ഓക്കെ, ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന കാറ്റഗറി 2 സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ ബിയുടെ ആൻസേഴ്സ് ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യൻസ്, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചില കൺഫ്യൂസിങ് ആണ്. അതിന്റെ ശരിക്കുള്ള ആൻസർ നമുക്ക് പരീക്ഷാ ഭവന്റെ കീ വരുമ്പോൾ നോക്കാം. അപ്പം നമുക്ക് അറിയാലോ, ഒന്നും രണ്ടോ ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ട് വരികയും ബാക്കിയുള്ളത് നമുക്ക് നോക്കിക്കോളാം. ഓക്കെ, അന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു പ്രദേശത്തിന്റെ ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണം ഉപയോഗിക്കുന്നതിലും മിടുക്ക് കാണിക്കുന്ന കുട്ടി ഏതെല്ലാം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്? ദൃശ്യസ്ഥലപരമായതും സംഗീതപരമായിട്ടുള്ള ബുദ്ധിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത്? അത് ഓപ്ഷൻ ഡി ആണ്, സഞ്ചിത രേഖയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയെ സാംശീകരണം എന്ന് വിളിക്കുന്നു, അഥവാ അസിമുലേഷൻ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇവ നമ്മുടെ വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസം കൂട്ടിച്ചേരൽ വഴി ശക്തവും പരസ്പരബന്ധിതവുമായ ഒരു ജ്ഞാതഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്കുള്ള പേര് സന്തുലീകരണം, ഇക്വിലിബ്രിയേഷൻ ആണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ: വൈഗോസ്കി മുൻപോട്ട് വെച്ച ആശയത്തിൽ പെടാത്തത്? അത് അതീത ചിന്തയാണ്. വൈഗോസ്കി മുന്നോട്ട് വെച്ച ആശയത്തിൽ പെടാത്തത് അതീത ചിന്തയാണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വിളംബിത ചാലകവാസത്തിന് കാരണമല്ലാത്തത് ഏത്? അത് ഭയമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശാത്മകവാദം, യാഥാധിഷ്ഠിതം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്? അത് കാൾസ് റോജേഴ്സ് ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: ബഹുമുഖ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഹൊവാർഡ് ഗാർഡ്നർ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വായനയുമായി ബന്ധപ്പെട്ട പരിമിതി ഏത്? അത് ഡിസ്ലെക്സിയ. ഇനി ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആകാംക്ഷഭരിതനുമാണ്, നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു, അവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട്, വാക്സമ്പത്ത് കൂടുതലും, മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവും. ഈ കുട്ടി ഏത് ഗണത്തിൽപ്പെടുന്നത്? പ്രതിഭാശാലിയാണ് നമ്മുടെ കുട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ: വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തു ഏത് വികാസത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വികാസം ഗതി നിയമം പാലിക്കുന്നു. അതിന്റെ രണ്ടെന്നുള്ളതിനകത്ത് രണ്ടിനും കൂടി കൂട്ടി പറയുന്നതാണ് ആ പേര്. വികാസം ഗതി നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, എന്നാലും വായിച്ചിരിക്കാം. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, വെർബൽ ബിഹേവിയർ. മറ്റേത് ചേഷ്ടതയും പ്രവർത്തനാത്മക സിദ്ധാന്തത്തിനെയും മുൻപോട്ട് വെച്ച വ്യക്തി ആരാണെന്നാണ് ഓപ്ഷനിലുള്ളത്? ബന്ദൂര, സ്കിന്നർ, ബ്രൂണർ, വൈഗോസ്കി. ആൻസർ സ്കിന്നർ ആണ്, ബി എഫ് സ്കിന്നർ ആണ് ആൻസർ. ഓക്കെ, ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവജാലങ്ങളിൽ ഉൾപ്പെടാത്തത്? അത് ദമനമാണ്. അത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് പ്രതിരോധ തന്ത്രമാണത്. ഇനി ചുവടെ നൽകുന്ന വക്രം ലേണിംഗ് കർവ് സൂചിപ്പിക്കുന്നത് പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് കൂടിക്കൊണ്ടേയിരിക്കുക, അല്ല കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ: വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സന്ദർഭങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? അത് സൈക്കോ അനാലിസിസ് അപ്രോച്ചിലുള്ളതാണ്, അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലുള്ളതാണ്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ: ചുവടെ നൽകിയതിന് പ്രക്ഷേപണ രീതി ഏത്? അത് സെന്റൻസ് കോംപ്ലിക്കേഷൻ ടെസ്റ്റ് ആണ്, അഥവാ വാക്യപൂർണ്ണ പരീക്ഷയാണ്. ഓക്കെ, 19ാമത്തെ ചോദ്യം: ചുവടെ നൽകിയ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അശ്രദ്ധമായിരിക്കുന്നു, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിലെ ചലനം നിരീക്ഷിക്കുന്നു. അത് മൂന്നും വരും. ഓപ്ഷൻ സി ആണ്, 1, 2, 3. ഓക്കെ, പ്രക്രിയ അനുവർത്തിക്കുന്നതിലൂടെ ചോദകം പ്രതിനിധികളുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത്? അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് കൂടുതൽ സ്ട്രോങ് ആണ് എവിടെയാണ്? അത് ലോ ഓഫ് എക്സസൈസിലാണ്, അഭ്യാസ നിയമത്തിലാണ്. ഓക്കെ, 10 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം IQ എത്രയായിരിക്കും? MA/C നമുക്ക് 80 കിട്ടും ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, പ്രവർത്തനഘട്ടം, പിൻപിനാട്ടം, പ്രതിരോധഘട്ടം ഇത് കണ്ടുപിടിച്ചത് ജെറോം എസ് ബ്രൂണർ ആണ്. ഓക്കെ, അടുത്ത ദിവസം യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തിയെടുക്കൊണ്ട് ഒരാൾ അസൈൻമെന്റ് നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏത് തരത്തിൽ ഉദാഹരണം? അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, ധനപ്രബലനമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ: വൈജ്ഞാനിക വികാസത്തിൽ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പരികല്പന രൂപീകരിക്കുന്നതിനും അപഗ്രഥിക്കാനും കഴിയുന്നു. പിന്നെ അതുപോലെ തന്നെ അമൂർത്തമായ പ്രശ്നങ്ങൾ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. ഇത് നടക്കുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ്, 15 നിമിഷത്തിന് ശേഷമാണ്. അത് ഔപചാരിക മനോവ്യവഹാരഘട്ടത്തിലാണ്. ഓപ്ഷൻ ഡി ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ: ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമപ്രകാരം RPWD ആക്ട് 2010 എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത്? അത് 21 വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ വിവിധ തലങ്ങളാണ്: ജൈവിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. ഇതിനെ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് ആദ്യം ശാരീരിക ആവശ്യങ്ങൾ, രണ്ടാമത്തേത് സുരക്ഷിതത്വം, മൂന്നാമത്തേത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, നാലാമത്തേത് ആദരിക്കപ്പെടുക.
ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ക്രമവിരുദ്ധമായതോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്ന് പറയും. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലും അളവിലും ഉണ്ടെന്നും കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ. നമ്മുടെ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെന്റൻസ് ആണ്. ഓക്കെ. 30ാമത്തെ ചോദ്യം, അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രായവുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞന്റെ പേര് അസുബലാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ്. 30 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു 26-27 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആൻസർ കീ വെച്ച് നോക്കുക. നമ്മുടെ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക, എത്ര മാർക്ക് 30ൽ കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. യെസ്, താങ്ക് യു. അടുത്ത ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.